ഹലോ. കേരള സിലബസിലെ 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നമ്മളൊന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ബുക്കിനെ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇക്കായി ഏക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1, അതുപോലെ ഇക്കായി 2 യൂണിറ്റ് 2, ഇക്കായി 3 യൂണിറ്റ് 3, അങ്ങനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ്, രണ്ടാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ്, മൂന്നാമത്തെ യൂണിറ്റിലും 2 ചാപ്റ്റേഴ്സ്. നമുക്ക് ഓരോ വീഡിയോകളിലും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഹിന്ദിയിലേക്ക് വരുന്നതെന്നറിയാം. അപ്പൊ ഹിന്ദിയിലെ അക്ഷരമാല ആദ്യം തന്നെ പഠിക്കണം. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഈ യൂട്യൂബ് ചാനലിൽ അതിന്റെ വർണ്ണമാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണാം. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ധൂപ് ആ ഗയി എന്ന ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യത്തെ ഇക്കായി ദുലാരെ പൽ. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രിയപ്പെട്ട നിമിഷങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ചില പ്രിയപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു യൂണിറ്റ് 1 കടന്നു പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ധൂപ് ആ ഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ അല്ലെങ്കിൽ സൂര്യകിരണങ്ങൾ. ആ ഗയി എന്ന് പറഞ്ഞാലോ വന്നു. അപ്പോ വെയിൽ വന്നു അല്ലെങ്കിൽ സൂര്യകിരണങ്ങൾ വന്നു. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കവിതയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമുക്ക് ഈ കവിതയൊന്ന് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. ധൂപ് ആ ഗയി സുബഹ സുബഹ की, धूप आ गई सुबह सुबह की, कलियां प्यारी प्यारी महकी, कलियां प्यारी प्यारी महकी, कलियां क्यारी क्यारी महकी, कलियां क्यारी क्यारी महकी, कलियां इतनी सारी महकी. നിങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒട്ടും ടെൻഷൻ വേണ്ട. ഇവിടെ തന്നിരിക്കുന്ന ഓരോ വാക്കുകളുടെ അർത്ഥവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതാത് ഇക്കായുടെ ശേഷം കൊടുത്തിട്ടുണ്ട്. ഏത് വേർഡിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ആ ഭാഗത്ത് നോക്കി അത് മനസ്സിലാക്കും. ആദ്യത്തെ ലൈൻ ധൂപ് ആ ഗയി, നമ്മൾ പറഞ്ഞു സൂര്യകിരണങ്ങൾ വന്നു അല്ലെങ്കിൽ വെയിൽ വന്നു. സുബഹ സുബഹ കി, രാവിലത്തെ. സുബഹ എന്ന് പറഞ്ഞാൽ രാവിലെ, പുലർച്ചെ. ഓക്കെ, രാവിലത്തെ സൂര്യൻ വന്നു. അപ്പൊ ഈ ഒരു കവിതയിലൂടെ എന്താണ് പറയുന്നത്? രാവിലെ എണീച്ചു വന്ന് മുറ്റത്തേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പ്രിയപ്പെട്ട നിമിഷത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു നല്ല പുലർകാലത്തിന് അല്ലെങ്കിൽ നല്ല ഒരു രാവിലെ ആണ് ഈ കവിതയിലൂടെ വിവരിക്കുന്നത്. രാവിലെ എണീച്ചു വന്നപ്പോ കാണുന്ന കാഴ്ച എന്താണ്? ധൂപ് ആ ഗയി സുബഹ സുബഹ കി, പുലർക്കാലത്തിന്റെ ആ ഒരു സൂര്യകിരണങ്ങൾ എത്തിയിരിക്കുന്നു, നല്ല വെയിൽ ഉദിച്ചു വരുന്നുണ്ട്. കലിയാം പ്യാരി പ്യാരി മെഹക്കി. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ, പൂക്കളൊക്കെ ഉണ്ടാവുന്ന പൂമൊട്ടുകളില്ലേ, ആ പൂമൊട്ടുകൾക്കാണ് കലിയാം എന്ന് പറയുന്നത്. പ്യാരി പ്യാരി, മനോഹരമായ. മെഹക്കി, മെഹക്കി എന്ന് പറഞ്ഞാൽ ഫ്രേഗ്രൻസ് സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സുഗന്ധം പരത്തുകയാണ്. അപ്പൊ രാവിലെ തന്നെ മുറ്റത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ എന്താ കാണുന്നത്? വെയിലൊക്കെ മെല്ലെ ഉദിച്ചു വരുന്നുണ്ട്. അതിന്റെ കൂടെ പൂന്തോട്ടത്തിലുള്ള പൂമൊട്ടുകൾ, ഭംഗിയുള്ള പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നുണ്ട്. കലിയാം ക്യാരി ക്യാരി മെഹക്കി, പ്യാരി പ്യാരി, ക്യാരി ക്യാരി. രണ്ടും കേട്ട് കഴിഞ്ഞാൽ ഒരുപോലെ ഉണ്ടല്ലേ, അതൊരു പ്രാസം പോലെ വെച്ചിരിക്കുകയാണ്. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള മനോഹരമായ. എന്നാൽ ക്യാരിയുടെ മീനിങ് പൂത്തടം എന്നാണ്. ഒരു ഫ്ലവർ ബെഡ്, ഒരു പ്രദേശം മുഴുവൻ കുറേ പൂക്കൾ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലൊക്കെ കുറേ പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് ക്യാരി എന്ന് പറയുന്നത്, പൂത്തടം. കലിയാം ക്യാരി ക്യാരി മെഹക്കി, അപ്പൊ ഓരോ പൂത്തടത്തിലും നിറയെ പൂമൊട്ടുകള് നല്ല സുഗന്ധം പരത്തുകയാണ്. കലിയാം ഇത്നി സാരി മെഹക്കി, കലിയാം ഇത്നി സാരി. ഇത്നി സാരി എന്ന് പറഞ്ഞാൽ വളരെയധികം, കുറേ അധികം പൂമൊട്ടുകളുണ്ട് ഈ പൂത്തടങ്ങളിലെല്ലാമായി. ഇത്രയും കൂടുതൽ പൂമൊട്ടുകളുണ്ട്, എല്ലാം സുഗന്ധം പരത്തുന്നു. എണീച്ച് വന്ന് കണ്ട ആ ഒരു കാഴ്ചയാണ് അല്ലേ. ഹവ ബഹരഹി ഠണ്ഡി ഠണ്ഡി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ബഹരഹി,
കാറ്റ് വീശുക എന്ന് പറയില്ലേ, അതാണ് ബഹ്റഹി. കാറ്റ് വീശുകയാണ്. ഠണ്ടി ഠണ്ടി. ഠണ്ടി എന്ന് പറഞ്ഞാൽ തണുപ്പ്. തണുത്ത കാറ്റാണ് വീശുന്നത്. രാവിലെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഘൂം രഹി, അതിങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റൊരു സ്ഥലത്ത് നിൽക്കുകയല്ല അല്ലെ, ഈ പൂമൊട്ടുകൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹ് ബഹക്കി ബഹക്കി, അതെങ്ങനെ എൻജോയ് ചെയ്ത് സന്തോഷിച്ചുകൊണ്ട്, എങ്ങനെയാ പറയാ, തത്തിക്കളിച്ചുകൊണ്ട് പോവാന്നൊക്കെ വിവരിക്കില്ലേ കാറ്റിന്, അങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന് പറന്ന് ആയി വന്നു. ആരാണ് പറന്ന് പറന്ന് വന്നത്? ചിടിയാം. ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ. കുഞ്ഞു കുഞ്ഞു പക്ഷികൾ അങ്ങനെ പറന്ന് വരികയാണ് ഈ പൂന്തോട്ടത്തിലേക്ക്. ഫുദത് ഫുദത് കർ വേബി ചകി. ഫുദത് ഫുദത് കർ എന്ന് പറഞ്ഞാൽ തുള്ളിക്കളിച്ചുകൊണ്ട്, ചാടി ചാടി കളിച്ചുകൊണ്ടൊക്കെ വേബി ചകി, അവരും അങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ല. പ്രയാഗ് ശുക്ല. മിൽക്കർ ഗായേ, എല്ലാരും കൂടി ഒരുമിച്ചൊന്ന് പാടി നോക്കാം. നമുക്ക് പാടി നോക്കാം അല്ലേ. ധൂപ് ആ ഗയി സുബഹ സുബഹ की कलियां प्यारी प्यारी मैं की, कलियां क्यारी क्यारी मैं की, कलियां इतनी सारी मैं की, हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, ഫുദത് ഫുദത് കർ വേബി ചകി. മീനിങ് എന്തായിരുന്നു? ഒന്നുകൂടി പറയണോ? ധൂഭാഗയി സുബ സുബക്കി, അതിരാവിലെയുള്ള വെയിൽ വരികയാണ്. കലിയാം പ്യാരി പ്യാരി മേക്കി, മനോഹരമായ പൂമൊട്ടുകള് സുഗന്ധം പരത്തി എങ്ങനെ വിരിഞ്ഞു വരികയാണ് അല്ലേ. കലിയാം ക്യാരി ക്യാരി മേക്കി, ഓരോ പൂത്തടങ്ങളിലും പൂമുട്ടുകള് സുഗന്ധം പരത്തി നിൽക്കുന്നു. കലിയാം ഇത്തിനി സാരി മേക്കി, ഇത്രയധികം പൂമുട്ടുകള് ഒരുമിച്ച് സുഗന്ധം പരത്തി നിൽക്കുകയാണ്. ഹവാ ബഹ്റഹി ഠണ്ടി ഠണ്ടി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി, ആ കാറ്റ് തത്തിക്കളിച്ചുകൊണ്ട് എല്ലായിടത്തും ചുറ്റി സഞ്ചരിക്കുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, പക്ഷികള് പറന്നു പറന്നു വന്നു. ഫുദത് ഫുദത് കർ വേബി ചകി, അവയും തുള്ളിക്കളിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചിലയ്ക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഇത് വായിക്കണം. ഇത് വായിക്കാൻ പഠിക്കണം. അർത്ഥം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ വായിച്ച് ഈ ഓരോ അക്ഷരങ്ങളും ഈ ഓരോ വാക്കുകളും വായിച്ച് പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വാക്കുകളുടെ ഒക്കെ അർത്ഥം തന്നിട്ടുണ്ട്. മറന്നു പോയാലും പേടിക്കണ്ട, അത് നോക്കിയാൽ മതി. എല്ലാ വാക്കുകളുടെയും അർത്ഥം തന്നിട്ടുണ്ട്. രംഗ് ബരേ, അതിനുശേഷം ഇങ്ങനെ ഒരു പോർഷൻ കണ്ടില്ലേ? രംഗ് ബരേ, രംഗ് എന്ന് പറഞ്ഞാൽ നിറമാണ്. അപ്പൊ കളർ ചെയ്യാനാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലായില്ലെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത് കളർ ചെയ്യാനാണെന്ന്. താഴെ പല പല കളറുകൾ തന്നിട്ടുണ്ട്. ഓരോ കളറുകളും, ആദ്യത്തെ കളറിന്റെ പേരാണ് ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ, ഹര ഗ്രീൻ കളർ, കാല ബ്ലാക്ക് കളർ, നീല ബ്ലൂ കളർ. നീല നമ്മുടെ മലയാളത്തിലെ നീലയുമായിട്ട് സിമിലർ ആണല്ലേ. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. അപ്പൊ ഭംഗിയായിട്ട് ഈ ഓരോ ചിത്രത്തിനും കളർ കൊടുക്കാമോ? ആദ്യത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് യ കലി ഹേ, ഇത് പൂമൊട്ടാണ്. യ എന്ന് പറഞ്ഞാൽ ഇത്. ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഒരു പെൻസിലാണ്, ഇത് ഒരു പെന്നാണ് എന്ന് പറയണമെങ്കിൽ എന്താ ചെയ്യാ? യഹ് കലി ഹേ, യഹ് പെൻ ഹേ, യഹ് പെൻസിൽ ഹേ. ഇപ്പൊ എന്ത് വാക്കാണോ പറയേണ്ടത് അതിന്റെ ഹിന്ദി ഉപയോഗിക്കുക. യഹ് ഡാഷ് ഹേ. അടുത്തത് നോക്കിയേ, യ ചിടിയ ഹേ. ചിടിയ എന്തായിരുന്നു? പക്ഷിയാണ്. യ ചിടിയ ഹേ. ഇതിന് നിങ്ങൾ ഭംഗിയായിട്ട് കളർ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അടുത്തത് ശബ്ദ പഹചാനെ, കവിതാമേ രേഖാങ്കിത് കരേ. ശബ്ദ പഹചാനെ, ഈ ബലൂണുകളിലൊക്കെ തന്നിരിക്കുന്ന വാക്കുകളെ നിങ്ങൾ തിരിച്ചറിയാം. അത് വായിച്ച് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. കവിതാമേ രേഖാങ്കിത് കരേ, കവിതയില് ഈ വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് ആ കവിതയെ ഒന്ന് ഇവിടേക്ക് കൊണ്ടുവരാം. ആദ്യത്തെ വാക്ക് കലിയാം. എവിടെയൊക്കെയാണ് കലിയാം വരുന്നത്?
കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണല്ലേ. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. കലിയാം, കലിയാം, കലിയാം. എത്ര സ്ഥലത്താണ് കലിയാം വരുന്നത്? ഇനിയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ഇനി അടുത്തതോ? ക്യാരി, പൂത്തടം, ഫ്ലവർ ബെഡ്. അതെവിടെയായിരുന്നു? ക്യാരി, ക്യാരി. ഇനി ഹവ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. എവിടെയായിരുന്നു ഹവ വരുന്നത്? ഹവ ബഹരഹി ഠണ്ഡി ഠണ്ഡി. ചിടിയാം, പക്ഷികൾ. എപ്പോഴാണ് ചിടിയ വരുന്നത്? ഇവിടെയാണല്ലേ, ചിടിയാം. ധൂപ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ധൂപ് ആ ഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ്. ധൂപ് ആ ഗയി സുബ സുബ കി. ധൂപ്. ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് ഒരു ചാപ്റ്ററിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സ്പീഡ് കൂടി പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെന്നെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നമുക്ക് അടുത്തടുത്ത വീഡിയോകൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കുന്നതാണ്. നിങ്ങൾക്കിത് സഹായകരമായി തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെയും ഈ വീഡിയോസ് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.